സംസ്ഥാനത്ത് ആദ്യമായി സ്വർണ്ണവില പവന് 50,000 രൂപ കടന്നു. ഒരു പവനിപ്പോൾ 50,400 രൂപയാണ് എക്സാക്ട്ലി. ഗ്രാമിന് 6,300 രൂപയും. കൃഷ്ണ ചെറിയ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. കൃഷ്ണ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇനി 1,00,000 രൂപ കൊടുത്ത് ഞാൻ ഒരു പവൻ വാങ്ങി എന്ന് പറയാനുള്ള സമയമായി. സന്തോഷം. എസ്കേൻ 1,00,000 രൂപ കൊടുത്താൽ ഒരു പവന്റെ ഒരു ആഭരണം നമുക്ക് കിട്ടില്ല എന്ന സത്യം കൂടി നമ്മൾ ഓർക്കണം. കാരണം ഇന്ന് പവൻ വില 50,400 രൂപയാണ്. അപ്പോൾ ഇത് നമ്മൾ 3% GST കൊടുക്കണം. അതേസമയം ഒരു 10% വരെയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പാറ്റേൺ ഒക്കെ കിട്ടണമെങ്കിൽ ഒരു 10% വരെ പണിക്കൂലി നമ്മൾ കൊടുക്കണം. അങ്ങനെ ഒരു കണക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ വില 50,400 രൂപ, 5,040 രൂപ. 10% പണിക്കൂലി കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ 50,400 രൂപ ഒരു പവനുള്ള ഒരു ആഭരണത്തിന് നമ്മൾ 5,040 രൂപ പണിക്കൂലി കൊടുക്കണം. GST 1,512 രൂപ കൂടെ കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ 56,952 രൂപ മിനിമം കൊടുത്തെങ്കിലേ ഒരു പവൻ ആഭരണം നമുക്ക് കിട്ടൂ എന്ന് പറയുന്ന അവസ്ഥയിലാണ്. ഇന്ന് ഗ്രാമിൻ്റെ വില 6,330 രൂപയാണ്. 4,080 രൂപയാണ് ഈ മാസം മാത്രം പവന് കൂടിയിരിക്കുന്നത്. നമ്മൾ മാർച്ച് 1 കണക്ക് നോക്കിയാൽ 46,320 രൂപയായിരുന്നു. പിന്നെ ഓരോ ദിവസവും പവൻ വില കൂടി ഇന്നാണ് 50,400 എത്തി നിൽക്കുന്നത്. ഇതിനൊരു കാരണമുള്ളത് അമേരിക്കയിലെ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കും എന്ന് പറഞ്ഞ ഒരു പ്രഖ്യാപനമാണ്. 3 തവണയായി 0.25% പലിശ നിരക്ക് കുറയ്ക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലിശ നിരക്ക് കൂടുമ്പോൾ സാധാരണ ആൾക്കാർ ബാങ്ക് നിക്ഷേപങ്ങളിലും ബോണ്ടുകളിലും ഒക്കെ ആയിട്ട് നിക്ഷേപം നടത്തും. പക്ഷേ പലിശ നിരക്ക് കുറയും എന്ന വാർത്ത വരുമ്പോൾ താരതമ്യേന സുരക്ഷിതമായി കരുതുന്ന സ്വർണത്തിലേക്ക് ആൾക്കാർ തിരിയും. അപ്പോൾ ഇതാണ് കൂടുതലായും സ്വർണത്തിൻ്റെ വില കൂട്ടാൻ ഇടയാക്കിയത്. പിന്നെ ഭൗമരാഷ്ട്രീയ പ്രശ്നങ്ങളും ഇതിനൊരു കാരണമായിട്ടുണ്ട്. ഇനി ഒരു 6 മാസത്തേക്ക് ഈ സ്വർണ്ണവില കൂടാനുള്ള സാധ്യതയാണ് വിദഗ്ധർ പറയുന്നത്. എസ്കേൻ. താങ്ക് യു, കൃഷ്ണ.